അരുൺ പാറക്കൽ അറിയിക്കുന്നു. കാസർഗോഡ് വ്യാപകമായ പരിശോധന നടക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ ഇപ്പോൾ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുകയാണ്. അതിർത്തികളൊക്കെ തന്നെ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്തരുതെന്ന് RPF അറിയിച്ചു. ഈ വിവരം കാസർഗോഡ് നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വീണ്ടും ബൽറാം നെടുങ്ങാടിയിലേക്ക്. ബൽറാം, താങ്കൾക്ക് തുടരാം. SKN, ഈ അപകട സ്ഥലത്ത് സ്ഫോടനം നടന്ന ഇടത്ത് ഇപ്പോഴും സൂക്ഷ്മമായ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ ഏജൻസികൾ ഇവിടെ ഇപ്പോൾ പരിശോധന നടത്തുന്നു. ഡൽഹി പോലീസിന്റെ ക്രൈം ബ്രാഞ്ചും NIA-യും NSGയും ഫോറൻസിക് സംഘവും ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. കൂടാതെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നതരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യ ഘട്ടം മുതൽ തന്നെ ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് ഡൽഹി പോലീസ് ഉള്ളത്. അതിന്റെ ഒരു സാഹചര്യം എന്നുള്ളതും ഏറെ ഗൗരവമുള്ളത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡൽഹിയിൽ സമീപകാലത്ത് അല്ലെങ്കിൽ രാജ്യ തലസ്ഥാനത്തോ പരിസര പ്രദേശത്തോ ആയി സമീപകാലത്ത് കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ അളവ് സ്ഫോടക വസ്തുക്കൾ ഇന്ന് ഫരീദാബാദിൽ, ഡൽഹി NCR മേഖലയിൽപ്പെട്ട ഫരീദാബാദിൽ നിന്നും കണ്ടെത്തിയിരുന്നു. അതിന് പിന്നിൽ ഒരു ഭീകര സംഘടന. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും പോലീസ് ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ച് പരിശോധന നടത്തുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മിഥില ബാലൻ ചേരുന്നു. മിഥില, എന്തൊക്കെ പരിശോധനയാണ് നടക്കുന്നത്? കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം വന്നു. പ്രത്യേകിച്ചും റെയിൽവേ സ്റ്റേഷനുകളിൽ ജാഗ്രതാ നിർദ്ദേശം DGP നൽകിക്കഴിഞ്ഞു. വിവരങ്ങൾ SKN, തീർച്ചയായും രാജ്യത്തുടനീളമുള്ള പരിശോധനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെയുള്ള പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതു ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള പരിശോധന. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ബോംബ് സ്ക്വാഡുണ്ട്, ഡോഗ് സ്ക്വാഡുണ്ട്, ഒപ്പം തന്നെ RPF, കേരള പോലീസ് ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ വ്യാപകമായ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതു ഇടങ്ങൾ എന്ന് പറയുന്ന സമയത്ത് തന്നെ KSRTC ബസ് സ്റ്റാൻഡ് സമാന്തരമായി പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ബസ് സ്റ്റാൻഡുകൾ, കൂടുതൽ ആളുകൾ എത്തിപ്പെടുന്ന പ്രദേശങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച്, പൊതു ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിലിപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനുവേണ്ടിയുള്ള മുൻകരുതൽ നേരിടുക എന്ന ഒരു നീക്കവും ഇതിന് പിന്നിലുണ്ട്. കൃത്യമായി തന്നെ നിർദ്ദേശമുണ്ട്. റൂറൽ SP-മാർക്ക് അല്ലെങ്കിൽ കമ്മീഷണർമാർക്ക് ഈ മേൽനോട്ടത്തെ അല്ലെങ്കിൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകണമെന്ന നിർദ്ദേശമുണ്ട്. നമ്മളിപ്പോൾ 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണുള്ളത്. ഇതുപോലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും സമാനമായ രീതിയിൽ പരിശോധന നടത്താനുള്ള നിർദ്ദേശമുണ്ട്. കോഴിക്കോട് ജില്ലയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും സമാനമായ രീതിയിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെയുള്ള പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. KSRTC സ്റ്റാൻഡിലും സമാന്തരമായി പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.